Makale, a square ground has 2 meter wide path all around it. The total area of the ground and path is 1225 square meter. What is the area of the ground alone? മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്, അതിനു ചുറ്റും 2 മീറ്റർ വിഡ്ത്തിൽ ഒരു പാത്ത് ഉണ്ട്. ഓക്കെ, ഒരു വഴിയുണ്ട്. ഓക്കെ, മൊത്തം ഏരിയ വഴി ഉൾപ്പെടെയുള്ള നമ്മുടെ ഗ്രൗണ്ടിന്റെ ഏരിയ തന്നിട്ടുണ്ട് 1225 സ്ക്വയർ മീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ? ആ ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വില കണ്ടുപിടിക്കുക. ഓക്കെ മക്കളെ, ആ ഇക്വേഷൻ പ്രത്യേകതയുണ്ട്. എന്താണ്? x² + 10x = 200. അപ്പൊ ഏത് മെത്തേഡാണ് നമ്മൾ അവസാനം പഠിച്ച ആ ഒരു മെത്തേഡ് അല്ലേ, ആ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക അല്ലേ. യെസ്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാടാ. ഓക്കെ അല്ലേ മക്കളെ? യെസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ബോത്ത് കേസസ്. ഈ രണ്ട് കേസ് A, B എന്ന് പറഞ്ഞിട്ട് രണ്ട് കേസുകൾ തന്നിട്ടുണ്ട്. അതിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാട്ടാ. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട് നൗ. നന്നായിട്ട് ചെയ്തിട്ട് എക്സാം. ഓൾ ദി ബെസ്റ്റ്. സാറേ ചെക്കിങ്ങിലേക്ക് പോയാലോ? യെസ് മക്കളെ, നോക്കുക. യെസ്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് റെക്ടാങ്കിൾ പോലെ ഇരിക്കുമെങ്കിലും സ്ക്വയർ ആണ് മക്കളെ. നിങ്ങൾ സ്ക്വയർ ആയിട്ടായിരിക്കും വരച്ചിട്ടുണ്ടാവുക. സ്ക്വയർ ആണ്. ദേ ഉള്ളിൽ കാണുന്നത് സ്ക്വയർ അല്ലേ, അത് ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് എക്സ് എന്ന് എടുത്തല്ലേ. സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ഈക്വൽ ടു എക്സ്, സൈഡ് ഓഫ് ദ ലാർജ് ഗ്രൗണ്ട് ഈക്വൽ ടു x+4. ഏറ്റവും വലിയ ആ ഒരു സൈഡ്, വലിയ ആ ഒരു സൈഡ് നമ്മൾ x+4 എന്ന് കിട്ടി. ടോട്ടൽ ഏരിയ ഈക്വൽ ടു 1225. x+4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1225. സോ x+4 ഈക്വൽ ടു, അതിന്റെ റൂട്ട് എടുക്കുക, x+4 ഈക്വൽ ടു 35 എന്ന് കിട്ടി. കൃത്യമായിട്ട് കിട്ടി. നിങ്ങൾ 1 മാർക്ക് കൊടുക്കണ്ട. യെസ്, അതിൽ നിന്ന് x = 31 എന്ന് കിട്ടും. ഏരിയ ഓഫ് ഗ്രൗണ്ട് എലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, x × x ആണ്. x 31 കിട്ടിയത് കൊണ്ട് 31 × 31 എന്ന് കിട്ടും. 961 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ് സാർ. മക്കളെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, യെസ്, എന്താ ചെയ്യണ്ടേ? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുക, ഇവിടെ x² കോഎഫിഷ്യന്റ് 1 ആണ്. അതുപോലെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ ഇതേ ഒരൊറ്റ നമ്പർ കിടപ്പുണ്ടല്ലേ. ഏതാണ്? 200 എന്ന് പറയുന്ന ഒരു നമ്പർ കിടപ്പുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാ ചെയ്യേണ്ടേ? ദേ എക്സിന്റെ കൂടെയുള്ള ആളെ നോക്കുക, 10 ആണ്. അതിന്റെ പകുതി 5. 5ന്റെ സ്ക്വയർ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ അല്ലേടാ? അതായത് 10ന്റെ പകുതി 5, 5ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? x² + 10x + 25നെ x+y ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അത് കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. യെസ്, സോ x+y = √225. x+y = 15. x = യെസ് 15 - 5 = 10 എന്ന് ആൻസർ വരും കേട്ടോ. കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. A question x+5 the whole square equal to 144 എന്നാണ് തന്നിരുന്നത് അല്ലേ. സോ ഇതിൽ നിന്ന് x+5 = ആ സ്ക്വയർ അപ്പുറത്തേക്ക് എടുത്താൽ എന്തായിട്ട് മാറും? √144 ആവും. x+5 = 12. x = 12 - 5 = 7 എന്ന ആൻസർ കിട്ടും മക്കളെ. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോ സ്റ്റെപ്പിനും 1 മാർക്ക് വെച്ച് കൊടുക്കാം. യെസ് സാർ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. അതിന്റെ തന്നെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ബി ക്വസ്റ്റ്യൻ തന്നിരുന്നത് x² + 2x + 1 = 169 എന്നാണ് തന്നിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ x² നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് x × x എന്നാക്കി മാറ്റി. 2x നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 × x × 1 എന്നാക്കി മാറ്റി. ഓക്കെ, 1 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 1 × 1 എന്നാക്കിയില്ലേ. 1 × 1 ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരുന്നത് അല്ലേ. ഓക്കെ അല്ലടാ? സോ ഇതിന് നമ്മൾ ഇവിടെ നിന്ന് ഒരു x എടുത്തു, ഇവിടെ നിന്ന് ഒരു 1 എടുത്തു. x+1 the whole square = 169 എന്ന് കിട്ടി. x+1 = യെസ് √169. ആൻസർ x+1 = 13 എന്ന് കിട്ടി. ആൻഡ് ഫൈനൽ ആൻസർ x = 12 എന്ന് കിട്ടി നമുക്ക് അല്ലേ. നമ്മൾ ചെയ്ത ടൈപ്പ് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചത് അല്ലേ. എക്സാം എളുപ്പമായിരുന്നു മക്കളൊന്ന് ഡാറ്റ കാണിച്ചേ. എളുപ്പമായിരുന്നു സാറേ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളവര് വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, അപ്പൊ എല്ലാവരും യെസ് മാർക്ക്. യെസ്, ഒന്നുകൂടെ ഞങ്ങളൊന്ന് ഓടിച്ച് പറയാം കേട്ടോ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസും ഓടിച്ച് പറയാം. ഓക്കെ, അതെ
നമ്മുടെ ഗ്രൗണ്ടിന് ചുറ്റും ഒരു പാത്ത് വരച്ചിട്ടുണ്ട്. പാത്തിന്റെ വിഡ്ത്ത് 2 മീറ്റർ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് വലിയ ആ ഒരു സ്ക്വയറിന്റെ ആ ഒരു സൈഡ് നമുക്ക് x+4 എന്ന് കിട്ടി. അത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഉണ്ട് മക്കളെ. എന്താണ് എക്സ്, എന്താണ് നമുക്ക് എക്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഏരിയ തന്നിരുന്നു 1225. സോ x+4 the whole square equal to 1225, x equal to 31 എന്ന് കിട്ടും. ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് എലോൺ എന്ന് പറഞ്ഞാൽ x into x ആണ്, സൈഡ് into സൈഡ്. 31 into 31 ആൻസർ 961 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് എന്താ ചെയ്യേണ്ടത്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ സ്റ്റെപ്പ് എന്താ മക്കളെ? എക്സിന്റെ കൂടെയുള്ള ആളുടെ പകുതി എടുക്കുക, അതിന്റെ സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 10 ആണ് കിട്ടുന്നത്. ഓരോ സ്റ്റെപ്പ് നോക്കുക, ഓരോ മാർക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. യെസ് സാർ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ യെസ്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ സ്ക്വയർ നേരെ ഇക്വേഷൻ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ എന്തായിട്ട് മാറും? റൂട്ട് ആയിട്ട് മാറും. x+5 = √144, x+5 = 12 എന്ന ആൻസർ കിട്ടും. x = 7. യെസ്. ബി ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ യെസ് എന്താ യെസ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം അല്ലെ? പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം. എങ്ങനെയാണ്? അതിന്റെ സ്റ്റെപ്പ് നോക്കുക. എക്സ് സ്ക്വയറിനെ x into x എന്നാക്കി, 2x-നെ 2 into x into 1 എന്നാക്കി, 1-നെ 1 into 1 എന്ന് റെപ്രസെന്റ് ചെയ്തു. അതിൽ നിന്ന് ആ എക്സും 1-ഉം എടുത്ത് x+1 the whole square equal to 169. സാറ് പഠിപ്പിച്ചത് അതേ സ്റ്റെപ്പാണ്. ഓക്കെ അല്ലേ? ഫൈനൽ ആൻസർ x = 12 എന്ന് കിട്ടിയിട്ടാ. ഓക്കെ അല്ലേ മക്കളെ? എല്ലാ